ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് റെന്നിക്കുട്ടൻ്റെ മദ്രസ പ്രവേശനോത്സവമാണ് നടക്കുന്നത്. അതിന് പങ്കെടുക്കാൻ വന്നവരാണിതെല്ലാം. റെന്നിക്കുട്ട ഏറ്റവും സ്നേഹം നിറഞ്ഞ നമ്മുടെ ജമാഅത്തിന്റെ ഭാരവാഹികൾ, ഉസ്താദുമാർ, രക്ഷകർത്താക്കൾ, ചെറിയ മക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ കബൂലാക്കുമാറാകട്ടെ. കാരണം നമ്മളിപ്പോൾ ഇരിക്കുന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ഉള്ളത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ രണ്ട് സ്വർഗങ്ങളിൽ ഒരു സ്വർഗത്തിലാണ്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഭൂമിയിൽ അല്ലാഹു കൊടുത്തിരിക്കുന്ന രണ്ട് സ്വർഗമുണ്ട്. ആ രണ്ട് സ്വർഗങ്ങളിൽ ഒരു സ്വർഗത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇതിന്റെ പവിത്രതയും ഇതിന്റെ ബഹുമാന്യതയും ഇതിന്റെ ആദരവും ഇതിന്റെ ശ്രേഷ്ഠതയും നാം മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഈ മദ്രസയുടെ തിരുമുറ്റത്ത് ഈ പ്രവേശനോത്സവത്തിന്റെ ദിവസം നമ്മുടെ കുഞ്ഞുമക്കളുടെ കൈപിടിച്ച് നമ്മൾ മദ്രസയുടെ മുറ്റത്തേക്ക് എത്തുമ്പോൾ ഇതിനു വേണ്ടി അലങ്കരിക്കാനും തോരണം കെട്ടാനും ബലൂൺ കെട്ടാനും ഇവിടെ വന്ന് ആശംസ പറയാനും ഒക്കെ നമുക്ക് അല്ലാഹു നൽകുന്ന ഒരു വലിയ ഭാഗ്യമുണ്ട്. അത് നമുക്ക് ഖൽബിയായ ഒരു ബന്ധം, ഹൃദയത്തിൽ ഇതിനോടൊരു ബന്ധമുള്ളത് കൊണ്ടാണ്, ഒരു ഈമാൻ ഉള്ളത് കൊണ്ടാണ്. കാരണം നമുക്ക് ഇവിടെ പങ്കെടുക്കാൻ സാധിക്കുക എന്നുള്ളത് അല്ലാഹു നമുക്ക് നൽകിയ വലിയ ഒരു ശ്രേഷ്ഠതയാണ്, ബഹുമാന്യതയാണ്. കാരണം ഇൽമുമായി ബന്ധപ്പെട്ട് ഒരു വാക്ക് കൊണ്ടെങ്കിലും ഒരു സഹായം നമ്മൾ ചെയ്യാന്നുള്ളത് അല്ലാഹു നമുക്ക് തരുന്ന ഏറ്റവും വലിയ മഹത്വമാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു പക്ഷേ നമ്മൾ ചുമ്മാ ഈ സദസ്സിലൊന്ന് വന്നിരിക്കുക, അല്ലെങ്കിൽ വെറുതെ ഇവിടെ പോകുമ്പോൾ ഈ വഴിയിലൂടെ പോകുമ്പോൾ ഒന്നൊരൽപ്പം ഇൽമ കേൾക്കാൻ വേണ്ടി ഇവിടെ ഒന്ന് കയറിയിരിക്കുകയാണ്. പക്ഷേ സുബ്ഹാനല്ലാഹ്, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നത്, വെറുതെ ഒരാൾ വന്നിട്ട് ഒരു ഇൽമിന്റെ സദസ്സിൽ നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ 7 വലിയ പ്രതിഫലം അവന് കൊടുക്കുന്നതാണ്. 7 വലിയ പ്രതിഫലം കൊടുക്കുമെന്നാണ്. ആ 7 വലിയ പ്രതിഫലത്തിന്റെ ഒരു പ്രതിഫലം ആ പ്രവേശിച്ചത് കാരണമായി, ഇൽമിന്റെ സദസ്സിൽ അവൻ പ്രവേശിച്ചത് കാരണമായി നാളെ സ്വർഗത്തിലെത്താനുള്ള വലിയൊരു ഭാഗ്യം അല്ലാഹു കൊടുക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇതിന്റെ മഹത്വം നിസ്സാരമായ ഒരു കാലഘട്ടത്തിലാണ് ഉള്ളത്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ട് സ്വർഗ്ഗത്തിൽ ഒന്ന് മാ ബൈന ഖബരി വ മിൻബരി, മദീനത്ത് പള്ളിയിൽ നമ്മൾ എത്തുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു